എന്നാ പിന്നെ പെണ്ണിനെ മുന്നണിയും മന്ത്രിസഭയും പോലും അറിയാതെ PM ശ്രീ കരാറിൽ ഒപ്പിട്ടു എന്നാണ് CPI നേതൃത്വം പോലും പരസ്യമായിട്ട് നിലപാടെടുത്തതും അവർ വലിയ പ്രതിഷേധം എന്ത് ഘട്ടത്തിലാണ് അത് ഒപ്പിട്ടത്? ഇപ്പോഴും ആ പദ്ധതി അങ്ങനെ നിലനിൽക്കുകയാണ്. ഒരു തരത്തിലും റദ്ദായിട്ടില്ല. ഒരു തരത്തിലുള്ള നിയമസാധുതയും ഈ കൊടുത്തെന്ന് പറഞ്ഞ ഈ കത്തിലില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിനെ ന്യായീകരിക്കുക? പൊളിറ്റിക്കൽ മോളിങ്ങനെ പലപ്പോഴും എക്സൈറ്റഡ് ആവും. അത് ചെറിയൊരു പ്രശ്നമാണ്. കണ്ടെടുത്തോളേ, ചെറിയൊരു പ്രശ്നമല്ല. നിയമസാധുത എന്ന വാക്ക് പ്രസക്തമാവുക വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോഴാണ്, നിയമയുദ്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ്. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ട് ഇവരെന്താ തൂക്കിക്കൊല്ലു? ശിവശങ്കര, നീ കാര്യമായിട്ട് തന്നെ പറഞ്ഞാണോ? ഞങ്ങൾക്ക് നടപ്പാക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പേരിൽ കേരളത്തെ പിരിച്ചുവിടും. അതിന് രാഷ്ട്രീയ ആർജവം വേണം. ആ ആർജവം ഞങ്ങൾ കാണിച്ചു. ഇവനല്ലേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രസ്ഥാനം? അല്ല, പറയട്ടെ, നിയമസാധുത എന്ന വാക്ക് പ്രസക്തമാവുക വ്യവഹാരത്തിലാണ്, അല്ലാതെ പ്രസക്തമാവില്ല. കേന്ദ്രവും കേരളവും തമ്മിൽ ഒരു നിയമയുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഇത് രാഷ്ട്രീയ നയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അല്ലാ പൊറുക്കണേ, അറിയാണ്ട് ചെയ്യണതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണ് ജീവിക്കാൻ വേണ്ടി. പിന്നെ അന്ന് ഒപ്പിട്ടത് ഏത് സാഹചര്യത്തിൽ, ആരൊക്കെ എതിർത്തു, ഏത് നിലയിൽ ഒപ്പിട്ടു, ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. ഇതൊരു സീരിയസ് ആയ മീറ്റിംഗ്, കാര്യം പറ. മറ്റൊന്നുകൊണ്ടും അല്ല, അത് ഒട്ടനവധി തവണ വിദ്യാഭ്യാസ മന്ത്രിയും LDF-ന്റെ നേതൃത്വവും വിശദീകരിച്ച ഒരു കാര്യം, അന്നത്തെ ഒരു കാര്യമാണ്. നിങ്ങൾ വിമർശനം ഉന്നയിച്ചോളൂ. ഞാൻ ഇപ്പോഴത്തെ അതിന്റെ നില പറയുന്നു. ഇപ്പോ PM ശ്രീ പദ്ധതി സംബന്ധിച്ച പൊസിഷൻ, LDF-ന്റെ പൊസിഷൻ, നവംബർ 12-ന്റെ കത്ത്, മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ട് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നിലപാട്, മന്ത്രി അറിയിച്ച രാഷ്ട്രീയ നിലപാട്, 3 മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള UDF-ന്റെ നേതൃത്വം, മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതൃത്വം മലയാളികൾക്ക് മുൻപാകെ കൊടുത്ത വാക്ക്, ഞങ്ങളിത് അറബിക്കടലിലേക്ക് വലിച്ചെറിയും, ഞങ്ങൾ ഇത് കുഴിച്ചു മൂടും, ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യം. അവർ കുഴിച്ചു മൂടണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. DCP പറഞ്ഞ് ശരിയാണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ നടത്തും? നമ്മൾ വിചാരിച്ച എന്ത് നടക്കും? എന്ത് നടക്കും? നടക്കണം. ഇത് നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ. LDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തന്നെ കുഴിച്ചു മൂടിയതാണ്. അതാണ് നവംബർ 12-ലെ കത്ത്. നിങ്ങൾ തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ, അതിനെ എടുത്ത് തലയിൽ വെക്കാതിരുന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ഇതിനകത്ത് രണ്ട് LDF-ഉം UDF-ഉം ഈ PM ശ്രീ പദ്ധതിയിൽ ചെയ്തത് ഒരേ കാര്യമാണ്. ഒന്ന് ഒപ്പിട്ടു, അതിനുശേഷം മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഒരു മന്ത്രിസഭാ ഉപസമിതി വെച്ചോ, ആ സമിതി ഒരിടത്തും എത്തിയില്ല. ഇപ്പോൾ UDF അത് തന്നെ ചെയ്യുന്നു. മുന്നണിക്കകത്ത് എതിർപ്പുണ്ടാകും, അല്ലെങ്കിൽ മുൻപ് പറഞ്ഞ നയസമീപനങ്ങളോട് യോജിക്കില്ല എന്ന ഘട്ടത്തിൽ അവരും ഒരു മന്ത്രിസഭാ ഉപസമിതി വെക്കും. ഈ PM ശ്രീ പദ്ധതി അപ്പോൾ കേരളത്തിൽ എന്താണ് ഈ രണ്ട് മുന്നണികളും ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ അത് ഒരേ കാര്യമല്ലേ എന്ന ചോദ്യമാണ് ഉദ്ദേശിക്കുന്നത്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോഴും ഞാൻ പറഞ്ഞ ഈ നിയമപ്രശ്നം അല്ലെങ്കിൽ ഈ നിയമപരമായ കാര്യം എന്ന് പറഞ്ഞാൽ വാക്കിനെ വ്യാഖ്യാനിച്ചതല്ലാതെ താങ്കൾ ഈ പദ്ധതിയുടെ കരാറിന്റെ വിശദാംശങ്ങളിലേക്കോ അത് റദ്ദായി എന്ന് പ്രത്യക്ഷമായ ചോദ്യത്തിന് ഉത്തരത്തിലേക്കോ വന്നിട്ടില്ല. എന്തൊരു കുരിശാടാ ഇത്. ഒരു കാര്യമില്ല, 2 ഉപസമിതിയും ഒന്നല്ല. ഞങ്ങൾ വെച്ച ഉപസമിതി PM ശ്രീ നടപ്പാക്കാതിരിക്കാനുള്ള ഉപസമിതിയാണ്. ശകലകലാവല്ലഭൻ. ഇപ്പൊ വെച്ചിട്ടുള്ള ഉപസമിതി PM ശ്രീ നടപ്പാക്കാനുള്ള ഉപസമിതിയാണ്. അതാണ് നിങ്ങളെപ്പോലുള്ള പിള്ളേരെ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയി പെരുമാറണമെന്ന ഇച്ഛായന്റെ അഭിപ്രായം. വ്യത്യാസം. അത് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വരുന്ന ആളുകൾ ബോധ്യമാകുമായിരിക്കും. ഞങ്ങൾ ഇത് നടപ്പാക്കാതിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോ തർക്കമുണ്ടാവുന്നത് ഇത് നടപ്പാക്കാൻ പോകുമ്പോഴാണ്. നിങ്ങൾ അന്ന് നടപ്പാക്കുന്നതിനെ എതിർത്തവരാണ്. ഇന്നിപ്പോ നിങ്ങളുടെ നിലപാട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ നിയമസാധുതയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായം തന്നെയാണ്. കേന്ദ്രവും കേരളവും ഒപ്പിട്ട ഒരുപാട് കരാറുകൾ, നിങ്ങൾ കരാറുകളുടെ ചരിത്രം നോക്ക്. ഏതൊക്കെ കരാറുകൾ നടപ്പായി, ഏതൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു, ഏതൊക്കെ നിർജീവമായി നമുക്ക് കാണാൻ പറ്റും. വേറൊരു പ്രശ്നമുണ്ട്. എന്താ? ജില്ലാ കമ്മിറ്റി പോണോ? മാന്യന്മാര് സംസാരിക്കുന്നതിൽ കയറി ഒരു തരം ചീപ്പ് വർത്താനം പറയരുത്. കരാർ ഒപ്പിട്ടു എന്നും അത് റദ്ദായി പോയിട്ടില്ല എന്നും പറയുന്നത് സാങ്കേതികമാണ്. കേരളത്തിന് നടപ്പാക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ മനസ്സില്ല, ഇല്ല എന്നാണ് അർത്ഥം. നമ്മളെ അങ്ങനെ മണ്ടനാക്കല്ലേ. ഒരേ ഒരു ചോദ്യം കൂടി ചോദിച്ചു ഞാൻ നിർത്താം. താങ്കൾ SSK ഫണ്ട് തടയുന്ന അല്ലെങ്കിൽ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പൊളിറ്റിക്കൽ നിലപാട് സ്റ്റാൻഡ് അവിടെ നിൽക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാവ്യവൽക്കരണം അത് തടയും, അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയമായ ബില്ലുള്ള അല്ലെങ്കിൽ അത്തരം ഒരാളുകളാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം അവിടെ നിൽക്കുകയാണ്. ഈ SSK ഫണ്ട് കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒപ്പിടുമ്പോഴും ഈ ഒരു കരാറിന്റെ വ്യവസ്ഥ കൂടിയാണ്, അല്ലെങ്കിൽ കരാറിന്റെ ഭാഗം കൂടിയാണ് നിങ്ങൾ പേടിച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പൊതുസമൂഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്ന ഭാഗം കൂടിയാണ് ഈ കാവ്യവൽക്കരണം. അതിനെ തടയാൻ നിങ്ങൾ എന്ത് മുൻകരുതലെന്ന് ഒപ്പിടുമ്പോഴും മറുപടി പറയടാ. പൊതുസമൂഹത്തെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്ന എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതല്ല, ഇതിന് ചോദ്യത്തിന് ഉത്തരം പറയും. ഒരു വാക്കിൽ പിടിക്കുക, വാക്കിലല്ല. താങ്കൾ നേരത്തെയും ഒരു വാക്കിൽ പിടിച്ചാണ് നിങ്ങൾ വിശദീകരിച്ചത്. നിങ്ങൾക്ക് ആരോഗ്യം പോയി അതിനകത്ത് എന്റെ അടുത്ത് ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾക്ക് മനസ്സിലാക്കാതിരിക്കാൻ മാത്രമുള്ള ഒരു അതൊന്നും ഇല്ലാതാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. എന്ത്
മുൻകരുതലുകളാണ് SSK ഫണ്ടിന്റെ പേരിലാണെങ്കിലും PM ശ്രീ പദ്ധതിയിലെ കരാർ ഒപ്പിടാമെന്ന് കേരളം തീരുമാനിക്കുമ്പോൾ അന്ന് ഭരിച്ചിരുന്ന സർക്കാർ ഈ കാവ്യവൽക്കരണം എന്ന രീതിയെ തടയാൻ എന്ത് മുൻകരുതൽ എടുത്തു? അതാണ് എന്റെ ചോദ്യം. അതല്ല ഉദ്ദേശം. ഞാൻ മാറി ചില പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഈ കാര്യത്തിൽ ചോദ്യത്തിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ എന്ത് മുൻകരുതലാണ് അല്ലെങ്കിൽ നടപടിയാണ് ഈ കാവ്യവൽക്കരണം നടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സ്വീകരിച്ചതല്ല ചോദ്യം. അതിന്റെ മറുപടിയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് വ്യക്തമാകാത്തതാണ്. ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒപ്പിട്ട പദ്ധതി അല്ല എന്നാണ് മറുപടി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഒരു കേന്ദ്ര രണ്ട് സർക്കാരുകൾ ന്യായം പറയുന്നതൊക്കെ വ്യക്തിഗത മനസ്സിലല്ല. നിങ്ങൾക്ക് ന്യായമായി തോന്നില്ല? ഇങ്ങനെയാണ് ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി വളരെ ആലോചനകൾക്ക് ശേഷം അല്ലെങ്കിൽ വളരെ വലിയ സമരങ്ങൾക്കൊടുവിൽ അത് മുന്നണിക്കെടുപ്പ് തർക്കങ്ങളൊക്കെ മാറി നിൽക്കട്ടെ, അതിൽ ഒപ്പിടാൻ തീരുമാനിക്കുമ്പോൾ ഈ കാവ്യവൽക്കരണ ഭീതിയെ ചേർക്കാൻ എന്ത് ചെയ്തു? എന്ത് നടപടിയെടുത്തു? അതിനെങ്ങനെയാണ് ഒപ്പിട്ട് നടപ്പാക്കാൻ വേണ്ടി അല്ലാതെ ഒപ്പിട്ടത് എന്ന് എങ്ങനെയാണ് പറയാ? ഇതെങ്ങനെ മനസ്സിലായി? It's called common sense. നിങ്ങളുടെ അഭിപ്രായങ്ങളായി നിൽക്കട്ടെ. അതിനെ തൃപ്തിപ്പെടുത്താൻ അല്ലല്ല പറയട്ടെ. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ വിലയിരുത്തലും നിങ്ങൾ അതിനെ അങ്ങനെ വിലയിരുത്തുന്നു, ഞങ്ങൾ അതിനെ അങ്ങനെ അല്ല വിലയിരുത്തുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഒപ്പിട്ട ഉടനെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ തുടർ നടപടികളിലേക്ക് കടക്കണം എന്ന് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. വെരി ഗുഡ് സജഷൻ. ബോധ്യമല്ല, അത് നിങ്ങളുടെ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിക്ക് പോലും ബോധ്യമാക്കുന്നതുകൊണ്ടാണ് പിന്മാറേണ്ടി. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അത് പഴയൊരു കാര്യമാണ്. പിന്മാറിയ കാര്യവും ഈ നിർത്തലാക്കിയ കാര്യവും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥയുടെ തലയൊക്കെ ആട്ടുന്നത്? സത്യത്തിൽ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചാൽ ഒരുപാട് സമയം എടുക്കും. ഞാൻ തയ്യാറാണ്, കാരണം എനിക്കിപ്പോ പെട്ടെന്ന് എങ്ങോട്ടേലും പോകാനില്ല. നമുക്ക് അങ്ങനെ തുടരാം. ശരി. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.